ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അവരുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില ഫുഡ് ഐറ്റംസ്, അവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില ഫുഡ് ഐറ്റംസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ലെമീസ് കെ, ഹോമിയോപ്പതി കൺസൾട്ടന്റ്. ഒന്നാമതായിട്ട് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് പോലത്തെ സീഡുകൾ. ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അതുപോലെ മഗ്നീഷ്യം പോലത്തെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ നമ്മൾ ബ്ലഡ് വെസൽസ് റിലാക്സ് ആക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ ചിയ സീഡിലും ഫ്ലാക്സ് സീഡിലും ഒക്കെ ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ്. അപ്പൊ ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ് നമ്മളെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഹാർട്ടിന്റെ പമ്പിംഗ് പവർ കൂട്ടാനും പിന്നെ നമ്മളെ ബോഡിയിൽ ഗുഡ് ഫാറ്റ് അല്ലെങ്കിൽ നല്ല കൊഴുപ്പിന്റെ അളവ് കൂട്ടാനൊക്കെ ഒമേഗ-3 ഫാറ്റി ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സീഡുകളിൽ ധാരാളമായിട്ട് നാച്ചുറൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ നാച്ചുറൽ ഫൈബേഴ്സ് നമ്മൾ ബ്ലഡ് വെസൽസിന്റെയും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഒക്കെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മൾ വെയിറ്റ് കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ്. ഈ ചിയ സീഡ് നമുക്ക് ഡെയിലി ഒരു 1-2 ടീസ്പൂൺ ചിയ സീഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അങ്ങനെ കുടിക്കാവുന്നതാണ്. അത് നമുക്ക് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് സീഡ് അങ്ങനെ തന്നെ നമുക്ക് ഈ സലാഡ്സ് അതുപോലത്തെ ഫുഡ് ഐറ്റംസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ചിട്ട് നമ്മളെ ബേക്ക് ചെയ്യുന്ന പലഹാരങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ സ്മൂത്തികൾ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇഡ്ഡലി ദോശ പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറഞ്ഞ അളവിൽ ചേർക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് യോഗേർട്ട്, ലോ ഫാറ്റ് യോഗേർട്ട്, കൊഴുപ്പ് കുറഞ്ഞ യോഗേർട്ട്. അതിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ കാൽസ്യം നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ ബീട്രൂട്ടിൽ നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ നൈട്രേറ്റ്സ് നമ്മളെ ബ്ലഡ് വെസൽസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുള്ള ഫ്രൂട്ട്സ്, ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ബനാന, അതുപോലെ തന്നെ അവോക്കാഡോ, അതുപോലെ പപ്പായ, ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്സ് പോലത്തെ ഫ്രൂട്ടുകളിലൊക്കെ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഫ്രൂട്ടുകൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികൾ, ഈ ഇലക്കറികളിലും പൊട്ടാസ്യം, മഗ്നീഷ്യം, നൈട്രേറ്റ് പോലത്തെ ഇൻഗ്രീഡിയൻസിന്റെ അളവ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ BP ഉള്ളവര് അവര് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവര് അവർ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഡെയിലി അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് മരുന്നില്ലാതെ തന്നെ അല്ലെങ്കിൽ മരുന്നിന്റെ ഡോസ് കൂട്ടാതെ തന്നെ അവരെ BP കൺട്രോൾ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു.